എന്നോട് എന്റെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ മഹാത്തൊട്ടിയാന്ന് പറയുന്നത്. ഈ ലക്ഷങ്ങൾ മുടക്കി പഠിച്ച് ഒരുപാട് രാത്രി അസൈൻമെന്റ്സ് ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ച് എക്സാമുകൾ എഴുതി ജോലിക്ക് കയറിയതിന് ശേഷം ഈ സോക്കോൾഡ് മാലാകന്മാരും നമ്മൾ വിളിക്കുന്നവരുണ്ടല്ലോ, ഈ 7,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും വേണ്ടി ജോലി ചെയ്ത് ഉറക്കൊഴിച്ച് പല ലേറ്റ് നൈറ്റ് ഷിഫ്റ്റുകൾ ചെയ്ത് തെറിയായിട്ട്, രോഗികളുടെ തെറിയായിട്ട്, ഡോക്ടർമാരുടെ തെറിയായിട്ട്, മാനേജ്മെന്റ് തെറിയായിട്ട് നിന്ന് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഇത്രയും കാലം മുഴുവൻ ഒരു ലൈഫ് മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത്? ഇവിടത്തെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭായിമാർക്ക് കിട്ടുന്നുണ്ട് 1,000 രൂപ 1,200 ഒരു ദിവസം. പിന്നെയാണോ നമ്മളൊക്കെ ഓരോരുത്തർ ഈ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ 7,000 10,000 രൂപക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് തന്നെ തോന്നില്ലേ? ഞാൻ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടുന്നുണ്ട് ഡെയിലി പോയി കഴിഞ്ഞാൽ 30,000 ഒരു മാസം കിട്ടും. ഇവിടെ ഇപ്പോഴും 7,000 10,000. ഞാൻ 2022 ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത് 10,000 രൂപ. ഈ 10,000-ന്ന് അന്ന് 105 രൂപ തന്നെ പെട്രോളിന്. നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇതിനാണോ കഷ്ടപ്പെട്ട് പഠിച്ചത്? ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്. ആളുകൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഞാനൊക്കെ പണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഈ ആൾക്കാർ പുറത്തോട്ട് പോകുന്നു. പക്ഷെ എല്ലാവരും പുറത്ത് അവിടെ നമ്മുടെ നാടിനെ തള്ളിപ്പറഞ്ഞ് അവിടുത്തെ നാട്ടിൽ സുഖം തേടി പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഇവിടെ തക്കതായിട്ടുള്ള പഠിച്ച് കഷ്ടപ്പെട്ടതിനുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടമില്ലാത്തതുകൊണ്ടാണ് അവർ പുറത്തോട്ട് പോകുന്നത്. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ. കാരണം ഇവിടെ അതിനുള്ള സാലറി ഇല്ല. ഇവിടെ 1 വർഷം 1.5 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കുന്ന സാലറി പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മാസത്തിൽ കിട്ടും. ആലോചിച്ച് നോക്കുക. എൻ്റെ ഫ്രണ്ട്സ് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെയൊക്കെ അടിമകളെ പോലെയാണ്. അവിടെ നമ്മുടെ ഡോക്ടർമാരുടെ സഹായി എന്നല്ല, കൊളീഗായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്കിലി 5 days വർക്ക്, 2 days ഓഫ്. അതുപോലെ സാലറി ആണെങ്കിലും ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1.5 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്നുണ്ട് അവർക്ക്. ഓക്കെ, അതുപോലെ എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. ആ ഒരു 15,000 രൂപക്കും 15,000 രൂപക്കൊക്കെ ജോലി ചെയ്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇനി വല്ല EMI ഉണ്ടെങ്കിൽ അത് നോക്കണം. ചിലപ്പോൾ ഈ പഠിച്ചേക്കുന്നൊക്കെ വല്ല സ്റ്റുഡൻസ് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പഠിച്ചേക്കുന്നത്. അപ്പോൾ അതടക്കാനും കൂടി ഭാഗ്യമില്ലാണ്ടൊക്കെ ഇറങ്ങുന്ന ആലോചിച്ച് നോക്കി. നിങ്ങൾ അത്യാവശ്യം നിനക്ക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ രോഗികളെയും ശുശ്രൂഷിച്ച് ഈ കണ്ണ് ഇമ വെട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ജോലിക്കിടയിൽ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ, ഇവരുടെ ഹെൽത്ത് ഇവർ നോക്കുന്നുണ്ടോ എന്ന് തന്നെ പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല? അവർ മനുഷ്യരാണ്. ഓക്കെ, അപ്പം അത് ആലോചിക്കുക. അപ്പം അവരൊരു മിനിമം സാലറി അവർ ഡിസേർവ് ചെയ്യുന്നില്ല.